MSTasteTouchലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് റാഗി കൊണ്ടുള്ള ഒരു അപ്പമാണ്. റാഗി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെയധികം പ്രോട്ടീനും ഫൈബറും അതുപോലെ ശരീരത്തിന് നിരവധി ഗുണങ്ങൾ ലഭിക്കുന്ന വൈറ്റമിൻസൊക്കെ ധാരാളം ഇതിലുണ്ട്. ഇത് വണ്ണം കുറയാനും പ്രമേഹമുള്ളവർക്കുമൊക്കെ വളരെ നല്ലതാണ്. ഇത് വളരെ സോഫ്റ്റ് ആയ ഒരു അപ്പമാണ്. നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ 1.5 കപ്പ് റാഗി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് പച്ചരി കൂടി ചേർക്കാം. ഇത് നന്നായി കഴുകിയെടുക്കണം. റാഗിയിൽ ഒരുപാട് അഴുക്കുണ്ടാകും, അപ്പോൾ ഇത് വെള്ളം തെളിയുന്നത് വരെ നന്നായിട്ട് കഴുകിയെടുക്കണം. ഇതിപ്പോൾ നന്നായി കഴുകിയെടുത്തു. ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് കുതിരാനായി വെക്കാം. ഞാനിത് ഓവർനൈറ്റാണ് വെക്കുന്നത്. 6 മണിക്കൂറെങ്കിലും മിനിമം ഇത് കുതിർത്തി വെക്കണം. ഇപ്പോൾ ഇത് നന്നായി കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിൽ നന്നായി അരച്ചെടുക്കാം. ഞാനിത് 2 പ്രാവശ്യമായിട്ടാണ് അരക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കാം. ഇനി ഇത് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും 1/4 കപ്പ് മാവെടുത്ത് നമുക്കൊന്ന് കപ്പി കാച്ചിയെടുക്കണം. ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറുക്കിയെടുക്കണം. കൈവിടാതെ തന്നെ ഇളക്കി കൊടുത്ത് കട്ടയൊന്നുമില്ലാതെ കുറുക്കിയെടുക്കണം. ഇത് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ കട്ടയൊന്നുമില്ല. ഇനി ഫ്ലെയിം ഓഫാക്കാം. ബാക്കിയുള്ള റാഗി പൊടി മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് ചോറ് ചേർക്കാം. 1/4 കപ്പ് തേങ്ങ ചിരവിയതും കൂടി ചേർക്കാം. ഇത് അരച്ചെടുക്കാൻ ഞാൻ ആകെ 1 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്തത്. ഇനി നന്നായിട്ട് അരച്ചെടുക്കണം. ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇടുന്നത്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കാം. നമ്മൾ കുറുക്കി വെച്ചിരിക്കുന്ന മാവിപ്പോൾ ചൂടാറി വന്നിട്ടുണ്ട്. ഇതും കൂടി ഇതിലേക്ക് ചേർക്കാം. മാവ് നന്നായി ചൂടാറി തണുത്തതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ചേർക്കാവൂ. എല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടി അരച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. ഇത് കൈകൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്യണം. ഇതിപ്പോൾ മിക്സ് ആയിട്ടുണ്ട്. നമുക്കിത് അടച്ചു വെക്കാം. നല്ല ചൂടുള്ള സമയമൊക്കെ ആണെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് തന്നെ നന്നായിട്ട് പൊങ്ങി വരും. തണുപ്പൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ സമയമെടുക്കും മാവ് പൊങ്ങി വരാൻ. ഇപ്പോൾ ഇതൊരു 3 മണിക്കൂറോളം ആയിട്ടുണ്ട്. മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അപ്പച്ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് മാവ് ഒഴിച്ചൊന്ന് ചുറ്റിച്ചു കൊടുക്കണം. ചെറുതായിട്ട് ബബിൾസ് വരുന്നുണ്ട്. ഇങ്ങനെ ബബിൾസ് വരുമ്പോഴാണ് ഇത് അടച്ചു വെക്കേണ്ടത്. മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ എല്ലാ അപ്പവും ചുട്ടെടുക്കാം.
നമ്മുടെ റാഗി അപ്പം റെഡി ആയി കഴിഞ്ഞു. ഗോതമ്പിനേക്കാളും അരിയേക്കാളുമൊക്കെ കാർബോഹൈഡ്രേറ്റ് വളരെ കുറവാണിതിൽ. ഡയറ്റിംഗ് ചെയ്യുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ നല്ലൊരു അപ്പമാണിത്. ഇനി ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ നമുക്ക് ഈ റാഗി കൊണ്ടുള്ള അപ്പവും കൂടി ഉൾപ്പെടുത്താം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.